വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. വരുവിൻ 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 സോദരരേ, ദൈവത്തിനു ബലിയർപ്പിക്കാം. വരുവിൻ 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 സോദരരേ, ഒരു മനമായി ദൈവത്തിനു ബലിയർപ്പിക്കാം. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. മാലാഖമാരും വാനദൂതരും അണിനിരന്നു കീർത്തനങ്ങളാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ ഒരു പുതിയ ആരാധനാ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ ആരാധന കാലഘട്ടത്തിലേക്ക്, ഈശോയുടെ ആഗമനത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും സമയമായ ആഗമന കാലത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ആഗമനകാലം നമ്മോട് ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്: ഒരുങ്ങിയിരിക്കുക, കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാണ് ഒരുങ്ങിയിരിക്കേണ്ടതും കാത്തിരിക്കേണ്ടതും? ഈശോയുടെ ആഗമനത്തിനു വേണ്ടി. ഈശോയുടെ ആഗമനം എപ്പോഴാണ് സംഭവിക്കുക? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് പറയുക. എപ്പോഴാണ് യാത്ര പോയ യജമാനൻ വരുന്നതെന്ന് അറിയില്ല. പക്ഷേ യജമാനൻ്റെ തിരിച്ചുവരവ് അത് ഒരു തീർച്ചയാണ്. പക്ഷേ സമയം അത് പിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഉണർന്നിരിക്കുക, ഉറക്കത്തിലേക്ക് വീഴരുത്, വിശ്വാസത്തിൽ ഉണർന്നിരിക്കുക, ദൈവിക പുണ്യങ്ങളിൽ ഉണർന്നിരിക്കുക. ദൈവിക പുണ്യങ്ങൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 ദൈവിക പുണ്യങ്ങളിൽ ഉണർന്നിരിക്കുക. അപ്പോഴാണ് യജമാനൻ വരുമ്പോൾ അവനെ സ്വീകരിക്കുവാനായുള്ള ആ ഒരു യോഗ്യത നമ്മൾ നേടുന്നത്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തിരുസഭാ മാതാവ് ഓരോ വർഷവും, ഓരോ ആരാധനാ വർഷവും നമുക്ക് ആഗമനകാലം എന്ന ഒരു 4 ഞായറാഴ്ചകൾ ഉൾപ്പെടുന്ന ഒരു കാലം നൽകിക്കൊണ്ട്, ഈ ആഗമനകാലത്തിൻ്റെ അവസാനം നമ്മൾ ഈശോയുടെ ആദ്യത്തെ ആഗമനത്തിൻ്റെ തിരുനാൾ, അവിടുത്തെ മനുഷ്യാവതാരത്തിൻ്റെ ക്രിസ്തുമസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആഗമനകാലത്തിന് 2 തലങ്ങളാണുള്ളത്. ഒന്ന്, ഈശോയുടെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി ഒരുങ്ങുക. രണ്ടാമത്തേത്, ഈശോയുടെ ആദ്യത്തെ വരവിൻ്റെ
തിരുപ്പിറവിയുടെ മനുഷ്യാവതാരത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുക, കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, ആഗമനകാലം നമ്മിൽ ആത്മീയമായ ഫലങ്ങൾ ഉളവാക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായി ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ കേൾക്കും, ദൈവവചന ഭാഗം നമ്മൾ കേൾക്കും. അപ്പോഴൊക്കെ അത് കൂടുതൽ തീക്ഷ്ണതയോടെ വിശ്വാസത്തിൽ ഉറക്കുവാനായിട്ട്, പ്രത്യാശയിലും സ്നേഹത്തിലും ഉറക്കുവാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവരഹസ്യങ്ങൾ യഥായോഗ്യം അർപ്പിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളോർത്ത് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ അഭിഷിക്തന്റെ ആഗമന വേളയിൽ സൽപ്രവൃത്തികളോടെ അങ്ങേ വലത്തുഭാഗത്ത് ഓടിയണഞ്ഞ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിന് യോഗ്യരാകുവാൻ വേണ്ട ഇച്ഛാശക്തി അങ്ങേ വിശ്വാസികൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ആഗമനകാലം 1-ാം ഞായർ. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവേ, അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം. കർത്താവേ, അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത്? അങ്ങയുടെ ദാസർക്കു വേണ്ടി, അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്കു വേണ്ടി അങ്ങ് തിരികെ വരണമേ. കർത്താവേ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി
കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു. കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ദൈവമേ, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണം. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഇസ്രായേലിൻ്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരുവുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. ദൈവമേ, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ, അങ്ങയുടെ വലത്തുകൈ നട്ട ഈ മുന്തിരിവള്ളിയെ പരിഗണിക്കണമേ. ദൈവമേ, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നവൻ്റെ മേൽ, അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരികയില്ല. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം ഞങ്ങൾ പ്രകാശിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാവിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയദാനത്തിൻ്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. എപ്പോഴാണ് സമയം എന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണ് ഇത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഒരു പുതിയ ആരാധനാ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ റോമൻ കത്തോലിക്ക സഭയുടെ ആരാധനാ വർഷം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഈശോയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ്. എങ്ങനെയാണ് ഈശോയുടെ ജീവിതം മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട്, ഈശോയുടെ ജീവിതം മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ആ ഓരോ ഭാഗവുമാണ് നമ്മൾ ഓരോ ആരാധന കാലത്തിലും, നമ്മൾ പറയാറില്ലേ ആഗമന കാലം, തപസ് കാലം, ക്രിസ്തുമസ് കാലം, പെസഹ കാലം എന്നൊക്കെ. അതെല്ലാത്തിൻ്റെയും കേന്ദ്രം ഈശോയുടെ ജീവിതമാണ്. അപ്പോൾ ഈശോയുടെ ജീവിതം മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് സഭ ഈ ആരാധനാ വർഷം ക്രമപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ഭാഗം ഈശോ തന്നെ വെളിപ്പെടുത്തുന്നതാണ്. അതായത് ഈശോയുടെ മനുഷ്യാവതാരം. ഏറ്റവും ആദ്യം ഈശോ തന്നെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ലോകത്തിന് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി അവതാരം ചെയ്തുകൊണ്ട്. പക്ഷേ മനുഷ്യനായി അവതാരം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈശോയുണ്ട്. ഈശോ പിതാവിനോടൊപ്പം തന്നെ അനാദികാലം മുതൽ തന്നെ ഈശോയുണ്ട്. പക്ഷേ ഈശോ മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്തുന്നത് താൻ മനുഷ്യനായി ഒരു കുഞ്ഞായി മനുഷ്യാവതാരം ചെയ്യുമ്പോഴാണ്. അതാണ് ഒരു സംഭവം, ക്രിസ്തു സംഭവം എന്ന് നമ്മൾ പറയും. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ക്രിസ്തു സംഭവങ്ങളാണ് നമ്മുടെ ആരാധനാ ക്രമത്തിൻ്റെ അടിസ്ഥാനം. ഒന്നാമത്തേത് ഈശോയുടെ മനുഷ്യാവതാരം. അപ്പോൾ ഈശോയുടെ മനുഷ്യാവതാരത്തിനെ കേന്ദ്രമാക്കിക്കൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് കാലങ്ങളാണുള്ളത്. ഒന്ന്, അതിനു മുൻപുള്ള 4 ഞായറാഴ്ചകൾ വരുന്ന ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന കാലം, അതിനെ നമ്മൾ ആഗമന കാലം എന്ന് പറയും. അഡ്വെൻറ്റൂസ് എന്ന് ലത്തീനിൽ പറയും. അഡ്വെൻറ്റൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം വരവ്, ആഗമനം എന്നൊക്കെയാണ്. അത് അവസാനിക്കുന്നത് ഡിസംബർ 24 വൈകുന്നേരം 6 മണിക്ക് നമ്മൾ തിരുപ്പിറവിയുടെ ഒന്നാമത്തെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലും. അതോടുകൂടെ ആഗമനകാലം സമാപിക്കുകയും നമ്മൾ തിരുപ്പിറവി കാലത്തിലേക്ക് പ്രവേശിക്കുകയും അതോടുകൂടെ നമ്മൾ പിന്നെ ക്രിസ്തുമസ് കാലം എന്ന് പറയും. ടെമ്പുസ് നത്താലിസ് എന്ന് ലത്തീൻ ഭാഷയിൽ പറയും. അപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ വരെയാണ്. ജ്ഞാനസ്നാന തിരുനാൾ വരെ ക്രിസ്തുമസ് കാലം, തിരുപ്പിറവിക്കാലം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഒരു ബ്ലോക്ക്, ഈശോയുടെ മനുഷ്യാവതാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ആഘോഷം, ആരാധന ക്രമം. അതിനുശേഷം നമ്മൾ ഈശോ ജ്ഞാനസ്നാനത്തിന് ശേഷം ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാലം, നമ്മുടെ റോമൻ ആരാധനാക്രമത്തിലെ രണ്ടാമത്തെ കാലത്ത് അറിയപ്പെടുക ആണ്ടുവട്ടം. ലത്തീൻ ഭാഷയിൽ അതിനെ ടെമ്പുസ് ഓർഡിനാറിയൂസ് എന്ന് പറയും. അതായത് ഓർഡിനറി ടൈം, സാധാരണ സമയം. അതായത് ഈശോയുടെ
പരസ്യ ജീവിതമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഈശോയുടെ പഠനങ്ങൾ, ഈശോയുടെ അത്ഭുതങ്ങൾ, ഈശോയുടെ ഉപമകൾ, അതൊക്കെയായിരിക്കും ഈ സമയത്ത് നമ്മൾ ദിവ്യബലി മധ്യേ സുവിശേഷത്തിൽ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ പ്രധാനപ്പെട്ട കുറേയധികം മറ്റു തിരുനാളുകളൊക്കെ ആഘോഷിക്കുന്നത്. അത് 2 ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആണ്ടുവട്ടം ആഘോഷിക്കുന്നത്. ആദ്യത്തെ 4 ആഴ്ചകൾ കഴിയുമ്പോഴേക്കും നമുക്ക് ഈശോയുടെ ജീവിതത്തിൻ്റെ 3ാമത്തെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അത് ഈശോയുടെ പെസഹ രഹസ്യമാണ്. പെസഹ രഹസ്യം, അതായത് ഈശോയുടെ പീഠാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, ഈ പെസഹ രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആ പെസഹ രഹസ്യം നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഈശോയുടെ തിരുവുത്ഥാനത്തോടെയാണ്. അതാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈസ്റ്ററിന് മുൻപായിട്ട് നമുക്ക് 7 ആഴ്ചകൾ, 7 ഞായറാഴ്ചകൾ ഉൾക്കൊള്ളുന്ന 40 ദിവസത്തെ ഒരു തപസ് കാലമുണ്ട്. അതിനെ ലെൻറ്റൻ സീസൺ എന്ന് പറയും, തപസ് കാലം എന്ന് പറയും, 40 ദിവസം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റോമൻ കത്തോലിക്ക സഭയിലെ തപസ് കാലം അല്ലെങ്കിൽ നോമ്പ് കാലം 40 ദിവസമാണ്. 50 നോൻപ് എന്ന് പറയുന്നത് ശരിയല്ല. 50 നോമ്പ് ഓറിയൻ്റൽ സഭകൾക്കാണ്, അത് പൗരസ്ത്യ. ഇപ്പോൾ സീറോ മലബാർ സഭയ്ക്കൊക്കെ 50 നോൻപാണ്. റോമൻ കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഹെഡായിരിക്കുന്ന, റോമിലെ മെത്രാൻ തലവനായിരിക്കുന്ന റോമൻ കത്തോലിക്ക സഭയിൽ, നമ്മുടെ സഭയിൽ അത് 40 നോൻപാണ്. 50 നോൻപെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അത് ശരിയല്ല. അതായത് ആ ദിവസങ്ങളിൽ ഞായറാഴ്ചകൾ നമ്മൾ നോൻപ് ദിവസങ്ങളിലേക്ക് എണ്ണപ്പെടുന്നില്ല. അത് ഞാൻ ആ നോൻപ് സമയം വരുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ടത് പറയാം. അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തുക വിശുദ്ധവാരം എന്ന് പറയുന്ന ഒരാഴ്ചയിലാണ്. ആ ആഴ്ചയുടെ പാരമ്യത്തിലെത്തുക പെസഹ ത്രിദിനം എന്ന് പറയുന്ന 3 ദിവസത്തിലാണ്. അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലെത്തുക ഈശോയുടെ തിരുവുത്ഥാനത്തിൻ്റെ പെസഹ ജാഗരമനുഷ്ഠാനം അതിലാണ്. അതിനുശേഷം 7 ആഴ്ചകളുള്ള പെസഹ കാലം, ടെമ്പുസ് പസ്കാലിസ് എന്ന് പറയും ലത്തീൻ ഭാഷയിൽ. പെസഹ കാലം, ഈശോയുടെ ഉയർപ്പ് കാലം എന്ന് പറയും. അത് അവസാനിക്കുന്നത് പെന്തക്കൊസ്ത തിരുനാളോടെയാണ്, പെന്തക്കൊസ്ത തിരുനാളോടെ. അതിനുശേഷം വീണ്ടും നമ്മൾ എവിടെ വെച്ചാണോ ആണ്ടുവട്ടം സമാപിച്ചത് അത് നിന്ന് വീണ്ടും ഇപ്പോൾ 4ാമത്തെ ആഴ്ചയിലാണ് നമ്മൾ. ഈ ആഷ് വെനസ്ഡേ ഉണ്ടല്ലോ, അതിനു മുൻപ് ക്ഷാരബുധനാഴ്ച, അതിനു മുൻപ് വരെ നമ്മൾ 4 ആഴ്ചകളാണ് ആചരിച്ചതെങ്കിൽ പിന്നീട് പെന്തക്കൊസ്ത തിരുനാളിന് ശേഷം 5ാം ആഴ്ച, ആണ്ടുവട്ടത്തിലെ 5ാം ഞായർ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ തുടങ്ങിയത് 34-37 ആഴ്ചകൾ വരും. 37 ആഴ്ചകൾ വരുമ്പോൾ ആ 37ാമത്തെ ആഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാളായിരിക്കും, അല്ലെങ്കിൽ 34ാമത്തെ ആഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാളായിരിക്കും. അപ്പോൾ നമ്മുടെ ആരാധനയുടെ ഒരു വികസനം നോക്കി ഏറ്റവും അവസാനം നമ്മൾ ക്രിസ്തു ഈ ലോകത്തിൻ്റെ രാജാവാണ് എന്ന് ഏറ്റുപറയുന്നതിലൂടെ നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ഒരു വർഷം പൂർത്തിയാകുന്നു. പിറ്റേ ഞായറാഴ്ച വീണ്ടും പുതിയ ഒരു വർഷം തുടങ്ങും, ആഗമനകാലം 1ാം ഞായർ. അങ്ങനെയാണ് നമ്മുടെ ആരാധനാക്രമം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനും അതിനനുസരിച്ചുള്ള തിരുവസ്ത്രങ്ങൾ വൈദികൻ ധരിക്കും. ഇപ്പോൾ ആഗമനകാലമാണ്, അതുകൊണ്ടാണ് ഈ വയലറ്റ് വസ്ത്രം ധരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ പച്ചയാണ് ധരിച്ചത്, അതുകൊണ്ട് ഇന്ന് വയലറ്റ് ധരിച്ചേക്കാം എന്ന് കരുതിക്കൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി ധരിക്കുന്നതല്ല. അതിനെല്ലാത്തിനും ആരാധനാക്രമവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഇപ്പോൾ ക്രിസ്തുമസ് കാലമാകുമ്പോൾ അത് ഗോൾഡൻ അല്ലെങ്കിൽ വെള്ള വസ്ത്രമായിരിക്കും. അതെല്ലാം വിശുദ്ധിയുടെയും മഹത്വത്തിൻ്റെയും ഒക്കെ നിറമാണ്. ഇത് ഒരുക്കത്തിൻ്റെ, ഈ വയലറ്റ് നിറം ഒരുക്കത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒക്കെ നിറമാണ്. അതുപോലെ തന്നെ നമുക്ക് ആഗമനകാലത്തിൻ്റെ 3ാമത്തെ ആഴ്ചയിലും തപസ് കാലത്തിൻ്റെ 4ാമത്തെ ആഴ്ചയിലും നമ്മൾ ധരിക്കേണ്ടത് റോസ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ്. അപ്പോൾ ആ ആഴ്ച ഞാൻ പറയാം അതിനെക്കുറിച്ചുള്ള എന്താണ് അതിൻ്റെ പ്രാധാന്യമെന്ന്. അപ്പോൾ നമ്മളങ്ങനെ ഓരോ ദിവസവും പ്രത്യേകമായ അർത്ഥമുണ്ട്. നമ്മുടെ ഓരോ ആരാധനാക്രമത്തിലും ആരാധനാ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും, വസ്ത്രധാരണ രീതിക്കും, നമ്മൾ കത്തിക്കുന്ന തിരിയുടെ നിറത്തിനും എല്ലാം അതിന് പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇന്ന് ഈ വർഷത്തെ ആഗമനകാലത്തെക്കുറിച്ച് നമ്മുടെ അഭിമന്യ പിതാവ് നൽകുന്ന ആഗമനകാല സന്ദേശമാണ് ഇപ്പോൾ വായിക്കുക.
യേശുവിൽ പ്രിയ സഹോദര വൈദികരെ, സന്യാസ സഹോദരന്മാരെ, സഹോദരിമാരെ, വത്സല മക്കളെ, 2020 നവംബർ 29 ഞായറാഴ്ച ആഗോള കത്തോലിക്ക സഭ ഈ വർഷത്തെ ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. യെശയ്യാ പ്രവാചകന്റെ വാക്കുകളാണ്. പ്രത്യാശയുടെയും രക്ഷയുടെയും നിത്യവെളിച്ചമായ യേശുനാഥനെ കാത്തിരിക്കുന്ന പുണ്യകാലമാണ് ആഗമനകാലം. രാത്രിയുടെ ഇരുട്ട് ഏറ്റവും തീവ്രമാകുന്നത് പ്രഭാതത്തിന് തൊട്ടു മുൻപാണ്. COVID-19 മഹാമാരിയുടെ കൂരിരുൾ ലോകം മുഴുവൻ പരന്നിരിക്കുന്ന ഈ സമയം പ്രത്യാശയുടെ പുതിയ പുലരിയിലേക്കാണ് ആഗമനകാലം നമ്മെ ക്ഷണിക്കുന്നത്. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ വന്നു പിറന്ന ഉണ്ണിയേശുവിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ അവിടുന്ന് ഈ മഹാമാരിയുടെയും മറ്റ് ഭയാശങ്കകളുടെയും അന്ധകാരമെല്ലാം അകറ്റി നമുക്ക് പുതിയ വെളിച്ചം സമ്മാനിക്കും. അന്ന് ബെത്ലഹേമിൽ മനുഷ്യരാശിയുടെ രക്ഷകനെ തേടി ആട്ടിടയന്മാർ നടന്നത് രാത്രിയിലായിരുന്നു. ഇരുട്ടിലൂടെ നടന്ന അവർ ചെന്നെത്തിയത് വെളിച്ചത്തിൻ്റെ കൂടാരത്തിലാണ്. ഇരുണ്ട രാത്രിയിലൂടെ ദൈവത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ഈ ആഗമനകാലത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആട്ടിടയന്മാർ ഇരുളിൽ അന്വേഷിച്ച് നടന്ന് ഒടുവിൽ പ്രകാശമായ യേശുവിൽ എത്തിച്ചേർന്നു. നമ്മുടെ ഈ ലോക തീർത്ഥയാത്രയിൽ നാം ദൈവത്തിലേക്ക് അടുക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ നിരവധി കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ ആ രാത്രിയിൽ ഏറ്റവും മനോഹരമായ സമ്മാനം ദൈവം കരുതി വച്ചതുപോലെ അവിടുന്ന് വീണ്ടും തൻ്റെ തിരുക്കുമാരനെ നമുക്കായി നൽകുമ്പോൾ രക്ഷകനെ വരവേൽക്കാൻ ഹൃദയങ്ങളിൽ നന്മയുടെ വിളക്കുകളുമായി നമുക്ക് കാത്തിരിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുടെ ഫ്രറ്റേല്ലി തൂത്തി അഥവാ നാം സഹോദരർ എന്ന പുതിയ ചാക്രിക ലേഖനം ഈ ആഗമനകാലത്ത് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യരെയും തുല്യ അവകാശങ്ങളും കടമകളും മഹത്വവും ഉള്ളവരായാണ് ദൈവം സൃഷ്ടിച്ചതെന്നും അവർ സഹോദരീ സഹോദരന്മാരായി ജീവിക്കാൻ കടപ്പെട്ടവരാണ് എന്നുമുള്ള ആഹ്വാനം ആദ്യ ഭാഗത്ത് ഫ്രാൻസിസ് പാപ്പ നൽകുന്നു. നന്മയും കരുണയും സ്നേഹവും വറ്റി മരുഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ സാഹോദര്യത്തിൻ്റെ വിത്ത് വിതയ്ക്കാനുള്ള ആഹ്വാനമാണ് പാപ്പ നൽകുന്നത്. സാഹോദര്യം ഒരു വാക്കായിട്ടല്ല, മറിച്ച് സാഹോദര്യം എന്ന ഒരു സംസ്കാരം സ്വന്തമാക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളാണ് പാപ്പ അവതരിപ്പിക്കുന്നത്. ചരിത്രാവബോധവും പക്വമായ തിരിച്ചറിവുകളും സ്വന്തമാക്കിയ വിവേകവും സൂക്ഷ്മ നിരീക്ഷണ പാഠവുമുള്ള കഴിവുറ്റ പുതിയ തലമുറയെയാണ് ഫ്രാൻസിസ് പാപ്പ സ്വപ്നം കാണുന്നത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ആധുനിക യുഗത്തിൽ പാപ്പായുടെ സാഹോദര്യ സന്ദേശത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പാപ്പ എഴുതുന്നു, നമ്മുടെ ബന്ധങ്ങളെ ആഴപ്പെടുത്തിയേക്കുമെന്ന വ്യാജേന നാം നടത്തുന്ന സ്വാർത്ഥതയിൽ കേന്ദ്രീകരിച്ച സംഭാഷണങ്ങളാൽ ഇക്കാലത്ത് നമ്മുടെ ഉദാത്തമായ സാമൂഹിക വാസനകൾ എളുപ്പത്തിൽ നിഷ്ഫലമായി പോകുന്നതാണ്. എന്നാൽ അതിന് വിപരീതമായി പക്വമായ സ്നേഹവും യഥാർത്ഥ മൈത്രിയും ആഴത്തിൽ വേരുപാകുന്നത് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിലൂടെ വളർച്ച പ്രാപിക്കുവാൻ തുറവുള്ള ഹൃദയങ്ങളിലേക്കാണ്. നിസ്വാർത്ഥമായ സ്നേഹത്തോടെയുള്ള സമീപനവും തുറന്ന ഹൃദയവും ബന്ധങ്ങൾക്ക് ഇഴയടുപ്പം നൽകും എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം സ്നേഹിക്കുന്നത് പോലെ, ദൈവം കരുതുന്നത് പോലെ തന്നെ പാവങ്ങളെ സ്നേഹിച്ചുകൊണ്ടും സേവിച്ചുകൊണ്ടും വേണം ആഗമനകാലത്തെ വരവേൽക്കേണ്ടത് എന്ന് കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകളും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. എല്ലാവരെയും സ്നേഹിക്കുവാനും സേവിക്കുവാനും സാധിക്കുന്ന സഹായങ്ങൾ നൽകുവാനും സാധിച്ചാൽ സാർവത്രിക സാഹോദര്യത്തെക്കുറിച്ചുള്ള ഫ്രാൻസിസ് പാപ്പായുടെ വിചിന്തനങ്ങളും സർവോപരി നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന യേശുവിൻ്റെ ആഹ്വാനവും പ്രാവർത്തികമാക്കുവാനുള്ള യജ്ഞത്തിലാണ് നാം എന്ന് പറയുവാൻ കഴിയും.
ഈ ആഗമനകാലം അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളും മറ്റും പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാവണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള ദിവ്യബലിയും മറ്റും പരിപാടികളും ക്രമീകരിക്കുമ്പോൾ ആ സമയത്ത് നിലവിലുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാവർക്കും ദേവാലയങ്ങളിൽ വന്ന് ദിവ്യബലിയിലും മറ്റു തിരുക്കർമ്മങ്ങളിലും സംബന്ധിക്കുവാൻ ഇപ്പോൾ സാധിക്കാത്തത്. അത് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിക്കാത്തതിലും ദുഃഖമുണ്ട്. എത്രയും വേഗം ഈ മഹാമാരിയുടെ ഇരുൾ നീങ്ങി തടസ്സങ്ങളില്ലാതെ ദേവാലയങ്ങളിൽ വന്ന് ദിവ്യബലിയിലും മറ്റു തിരുക്കർമ്മങ്ങളിലും സംബന്ധിക്കുവാൻ ഇടയാകുന്നതിനായി ഉണ്ണീശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആഗതമാകുന്ന പിറവി തിരുനാളിൻ്റെയും പുതുവത്സരത്തിൻ്റെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ഞാൻ നേരുന്നു. എനിക്ക് നിങ്ങളോടുള്ള പൈതൃക സ്നേഹത്തിൻ്റെ അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. എറണാകുളത്ത് നമ്മുടെ അതിമെത്രാസന മന്ദിരത്തിൽ നിന്ന് 2020 നവംബർ 20 ജോസഫ് കളത്തിപ്പറമ്പിൽ, വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയൂസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവപിതാവിൻ്റെ പ്രിയ മക്കളായ നമുക്ക് അവിടുത്തെ പുത്രനായ ഈശോയുടെ 2ാമത്തെ ആഗമനത്തിനായി ഒരുങ്ങുവാൻ അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ പ്രത്യേക സമയത്ത് നമ്മുടെ പ്രാർത്ഥനകളും ലോകം മുഴുവൻ്റെയും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്തയ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസികൾക്കും ദൈവത്തിൻ്റെ പ്രിയ ജനത്തിനും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ ആഗമന കാലത്ത് അവിടുത്തെ വരവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാനും അവിടുത്തെ വരവിനായി ഒരുക്കത്തോടെയും കാത്തിരിപ്പോടെയും ജാഗരൂകരായിരിക്കുവാനും വേണ്ട കൃപ നൽകണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ പ്രത്യേകമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയുടെ ആഗമനകാലം വിശുദ്ധിയിലും ആത്മീയമായ പരിപോഷണത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളുടെയും ആത്മീയ ജീവിതത്തിൽ ശക്തിയും ദൃഢതയും ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥനാപൂർവമായിരിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ നാടിനു വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് മോചനം ലഭിക്കുവാനും ആ മഹാമാരിയുടെ ഫലമായി വേദനകൾ അനുഭവിക്കുന്നവർ സാമ്പത്തികമായും ജോലി സംബന്ധമായും ബിസിനസ് പരമായും ഒക്കെ തകർച്ചകൾ നേരിട്ടവർ, രോഗികളായി തീർന്നവർ, അവരൊക്കെ ആരോഗ്യം ക്ഷയിച്ചവർ, മരണം സംഭവിച്ചവർ, അവരെല്ലാവരെയും പ്രത്യേകമായി നമുക്ക് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ മൗനമായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയമക്കളായ ഞങ്ങൾ അങ്ങേ പുത്രൻ്റെ ആഗമനത്തിനായി ആത്മീയമായി ഒരുങ്ങുവാനും ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൃഢമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കൈകളിലെ തിരിപ്പൂക്കളുമായി കരളിൽ ഒത്തിരി കണ്ണീരുമായി ഒരുമിച്ചു ഞങ്ങൾ കാഴ്ചയണയ്ക്കുന്നു. കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ? നൽകിയ ബലി പോലെ ഞങ്ങളും ആത്മാവുദാനമായി നൽകുമല്ലോ. കനിവോടെ കൈക്കൊള്ളും വരമിന്നു നൽകിടും. കഥനങ്ങളൊഴിഞ്ഞിട കൃപയേകിടൂ. കൈകളിലെ തിരിപ്പൂക്കളുമായി കരളിൽ ഒത്തിരി കണ്ണീരുമായി ഒരുമിച്ചു ഞങ്ങൾ കാഴ്ചയടയ്ക്കുന്നു. കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ?
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമസ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിൻ്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും മിന്നലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ
അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങ് മറിഞ്ഞാൽ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഠാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും
മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. Corpus et sanguinis Christi, mi custodis ad vitam aeternam.
നിന്നെ സ്വീകരിക്കാനായി നിരചേരുന്നതു കണ്ട നേരം കുർബാനയായി അവിടുന്നലിയുന്ന നേരം ഈശോവരേണേ ഉള്ളിൽ ഇന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ഈശോവരേണേ ഉള്ളിൽ ഇന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു. കുഞ്ഞുനാൾ മുതലെന്റെ മാനസത്തിന്റെ ഭാഗ്യമേ, കുഞ്ഞുനാൾ മുതലെന്റെ മാനസത്തിന്റെ ഭാഗ്യമേ, ഓർമ്മവച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആചരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാകണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ ദിവരഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാകുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഇരിക്കുക. അറിയിപ്പുകൾ. കഴിഞ്ഞയാഴ്ചയിലെ ദിവ്യബലി മധ്യേയുള്ള കാഴ്ച സമർപ്പണം 5750 രൂപ. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇടദിവസങ്ങളിലെ ദിവ്യബലിക്ക് നമ്മുടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള നിയോഗങ്ങൾ സമർപ്പിക്കുവാറുണ്ട്. അത് നമ്മുടെ ഒരു വലിയ പാരമ്പര്യവുമാണ്. പക്ഷേ ആ നിയോഗങ്ങൾ കൂടുതലാകുവാൻ പാടില്ല എന്നാണ് സഭയുടെ നിയമം. നമുക്കിവിടെ ചില ദിവസങ്ങളിൽ കുറേയധികം വരുന്നുണ്ട്, 10ഉം 12ഉം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 5 നിയോഗങ്ങളെ ഒരു ദിവസത്തെ ഒരു ദിവ്യബലിയിൽ നമ്മൾ അർപ്പിക്കുകയുള്ളൂ. അത് തന്നെ കൂടുതലാണ്. അത്രയും പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ അനുവദിച്ചുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്കത്രയും ഒരു ഇളവ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ചിലരൊക്കെ കുർബാന തുടങ്ങുന്നതിന് മുൻപാണ്, തൊട്ട് മുൻപ് കൊണ്ടുവന്നൊക്കെ നിയോഗങ്ങളെ ഏൽപ്പിക്കും. അപ്പോൾ ഒരു കൃത്യസമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം, ഒരു ഡേറ്റിൽ നമുക്ക് ആ ദിവസം നിർബന്ധമായും നമ്മൾ ദിവ്യബലി അർപ്പിക്കണമെന്ന് താല്പര്യമുള്ളവർ നേരത്തെ തന്നെ എഴുതി വെക്കുക. അപ്പോൾ 5 നിയോഗങ്ങളെ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. ഒരു നിയോഗത്തിൽ 3 പേരുടെ പേര് പറയാം. 3 പേരുടെ പേര്. ഒരു നിയോഗം നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിൽ 3 പേരുടെ പേര് വരെയാകാം. അങ്ങനെ 5 നിയോഗങ്ങളാണ് നമ്മൾ ഒരു ദിവസം സ്വീകരിക്കുക. അപ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുക, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ചില സമയത്ത്. അത് കുഴപ്പമില്ല, അന്ന് പേരെഴുതിച്ചോളാം. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് പൈസ ഉണ്ടാവുന്ന ആ സമയത്ത് കൊണ്ടുവന്ന് തന്നാൽ മതി.
ഇപ്പോൾ പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ എഴുതിച്ചില്ല എന്ന് പറയരുത്. പൈസ ഇല്ലെങ്കിലും സാരില്ല. നിങ്ങൾക്കറിയാമല്ലോ ഏത് ദിവസമാണ് എൻ്റെ അപ്പച്ചൻ മരിച്ചത്, അമ്മ മരിച്ചത്. അപ്പോൾ ആ ദിവസത്തേക്ക് നേരത്തെ തന്നെ എഴുതിച്ചോളാം. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. എനിക്കൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ, കുറേയധികം നിയോഗങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിലെ കുടുംബ യൂണിറ്റ് കേന്ദ്ര സമിതിയുടെയും യൂത്ത് വിങ്ങിൻ്റെയും നേതൃത്വത്തിൽ യൂണിറ്റുകൾക്ക് വേണ്ടി ചില പരിപാടികൾ മത്സരങ്ങളായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ക്രിസ്തുമസ് ഗാനാലാപന മത്സരം, തിരുപ്പിറവിയുടെ ദൃശ്യാവിഷ്കാരം, നക്ഷത്ര നിർമ്മാണ മത്സരം, സാന്താക്ലോസ് മത്സരം. ഇതെല്ലാം ഓൺലൈനായിട്ടായിരിക്കും നടത്തുക. പിതാവിൻ്റെ ഇടയലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും നടത്തുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിബന്ധനകളും അതിൻ്റെ അറിയിപ്പുകളുമൊക്കെ നിങ്ങളുടെ കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ പ്രത്യേകമായി അത് ശ്രദ്ധിക്കുക. കുറേ നാളുകളായിട്ട് നമുക്ക് നമ്മുടെ കുടുംബ യൂണിറ്റുകളിൽ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനമൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുമസിനോടനുബന്ധിച്ച് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഈ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്. ഈ നോട്ടീസ് നമ്മുടെ നോട്ടീസ് ബോർഡിലും ഇടുന്നതായിരിക്കും. ഇപ്പോൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്കെല്ലാം അത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സജീവമായി പങ്കെടുക്കുവാനും കുടുംബ യൂണിറ്റുകളുടെ പ്രവർത്തനം നിർജീവമായി പോകാതെ കാത്തുസൂക്ഷിക്കുവാനും നമുക്ക് ഇപ്രകാരമുള്ള അവസരങ്ങൾ നമ്മെ സഹായിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് സജീവമായി അതിൽ പങ്കാളികളാകുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സമാപനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. തൻ്റെ ഏകജാതന്റെ ആഗമനത്തിലും കടന്നുപോകലിലും വിശ്വസിക്കുകയും പുനരാഗമനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന നിങ്ങളെ സർവശക്തനും കാരുണ്യവാനുമായ ദൈവം അവിടുത്തെ ആഗമന ദീപ്തിയാൽ പവിത്രീകരിക്കുകയും തൻ്റെ അനുഗ്രഹ വർഷത്താൽ ധന്യരാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഈ ജീവിതയാത്രയിൽ അവിടുന്ന് നിങ്ങളെ വിശ്വാസത്തിൽ അചഞ്ചലരും പ്രത്യാശയിൽ സന്തുഷ്ടരും സ്നേഹത്തിൽ കർമ്മനിരതരുമാക്കുമാറാകട്ടെ. ആമേൻ. മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ രക്ഷകന്റെ ആഗമനത്തിൽ ഭക്തമാനസരായി ആഹ്ലാദിക്കുന്ന നിങ്ങൾക്ക് അവിടുന്ന് മഹാപ്രതാപത്തോടെ വീണ്ടും എഴുന്നള്ളുമ്പോൾ നിത്യജീവന്റെ സമ്മാനം നൽകുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. Ave, Ave Maria, Ave, Ave, Ave Maria, Ave, Ave, Ave Maria, Ave, Ave, Ave Maria. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ.